അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വിഷുക്കണി ഒരുക്കാൻ. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ലൈക്ക് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹ അല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മള് വിഷുക്കണി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ അപമാനിച്ചുകൊണ്ട് ജാസിയും ആശയും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിഷുക്കണിയുടെ പേരും പറഞ്ഞ് ഈ പറഞ്ഞ ജാസിയും ആശയും കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ തൊലിരിഞ്ഞു പോയിട്ടുണ്ട്. അത് കണ്ടപ്പോഴല്ലോ രണ്ടെണ്ണം പറയണമെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് കേട്ട് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ജാസിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു വിഷുക്കണി ഒരുക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ വിഷുക്കണി ഒരുക്കിണ്ടായിരുന്നില്ലേ, ചാനലുണ്ട്, അതിന് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ലൈക്ക് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹ അല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മള് വിഷുക്കണി ചെയ്യുന്നത്. പക്ഷെ ഏക ഇലാഹ അല്ലാഹ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം ചെക്ക. അല്ലാണ്ട് വിഷുക്കണി എന്നും പറഞ്ഞുകൊണ്ട് ഇമാതിരി തെമ്മാടിത്തരത്തിന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കരുത്. ഞാൻ ഈ വിഷുക്കണി വെക്കുന്നതിനോടൊന്നും എതിരല്ല കേട്ടോ, ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷെ വെക്കാണെങ്കിൽ അതിനനുസരിച്ച് അതിന് പൂർണ്ണതയോടുകൂടി വെക്കണം. അല്ലാണ്ട് അവിടെ ഇവിടെ തൊടാത്ത രീതിയിൽ വിഷുക്കണി വെക്കാൻ നിൽക്കരുത്. ഒരു വിഷുക്കണി എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? കൃഷ്ണന്റെ വിഗ്രഹമാണ്, അല്ലെ? കൃഷ്ണന്റെ വിഗ്രഹം ഇല്ലാണ്ട് എന്തോന്ന് വിഷുക്കണിയുടെ? ഈ വിഷുക്കണി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മൂടി വരുന്നത് കൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹമാണ്. അതില്ലാണ്ട് ഏക ഇലാഹ അല്ലാഹ് പറഞ്ഞുകൊണ്ട് വിഷുക്കണി വെക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനൊക്കെ എന്ത് പറയണം? നിങ്ങൾ തന്നെ പറ. ഇതുണ്ടല്ലോ സംഭവം ഇവന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഇവനറിയാം വിഷുക്കണിയുടെ സമയത്ത് ഏക ഇലാഹ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് മാറും. ഇത് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു പ്രശ്നമാക്കി എടുക്കും. ഇത് ഇവനെ നന്നായി അറിയാം. ഇത് വെച്ച് ഇവന് കോൺട്രവേഴ്സി ഉണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇവൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം. ഇല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരുത്തിന് ഈ പരിപാടി ചെയ്യോ? വിഷുക്കണി വെക്കുന്ന സമയത്ത് ഏക ഇലാഹ അല്ലാഹ് ഏതെങ്കിലും ഒരുത്തൻ പറയോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഏത് പൊട്ടനാണ് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇവിടെ ജാസിക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമുണ്ട്. പിന്നെ എന്തിനത് ചെയ്തെന്ന് വെച്ചാണെങ്കിൽ ചുമ്മാ റീച്ചിനും ഫെയിമിനും വേണ്ടിയിട്ട് അത്ര തന്നെ. ഒരിക്കലും ഇതിനൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റൂല. ഇനി ഇതിനെ കുറെ എണ്ണം മതസൗഹാർദ്ദം എന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരും. ഒരിക്കലും ഇത് മതസൗഹാർദ്ദമല്ല, മതത്തിനെ അപമാനിക്കലാണ്. എങ്ങനെയാണ് സുഹൃത്ത് ഇത് മതസൗഹാർദ്ദമായിട്ട് മാറുന്നത്? ഐ റിപ്പീറ്റ് അഗൈൻ, മുസ്ലിങ്ങൾ ആരും വിഷുക്കണി വെക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. വെക്കേണ്ടവർക്ക് വെക്കാം, പക്ഷെ അതിന് പൂർണ്ണതയിൽ വെക്കണം. അല്ലാണ്ട് ഇമാതിരി തോന്നിയാസം കാണിക്കാൻ നിൽക്കരുത്. എന്തായാലും ബാക്കി പറ മോനെ. ഇത് ഒരു വർഷത്തെ ഫലം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കുന്നത്. അപ്പൊ അതെല്ലാം കാണാം. നീ എന്തെങ്കിലും ചിരിക്കുന്നത്? ശരിയാണല്ലോ, ഇവരെന്താ അപ്പുറന്ന് കക്കൊക്കെ പറയുന്നത്? മൊക്കടിച്ച് രണ്ടെണ്ണം കൊടുക്കണം. അത് അങ്ങനെ ഒരു വേട്ടാവളേന് ഇഷ്ടം. ജാസി എന്ത് തോന്നിയാസം ചെയ്താലും ചിരിച്ചിങ്ങനെ കൂടെ കൂടി കൊടുത്താൽ വേണ്ടി കേട്ടോ. പറ്റിയ പാർട്ണറിനാണ് ജാസിക്ക് കിട്ടിയത്. ബാക്കി പറന്തായാലും. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. അപ്പൊ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളും അതിന്റെ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ വിഷു എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതോ വേണ്ടായേ, അങ്ങനെ നിന്റെ വായന്ന് വിഷു എന്താണെന്ന് അറിയേണ്ട ഗതികേടൊന്നും തൽക്കാലം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം കേട്ടോ. വിഷുവിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നേക്കാണ്. ബാക്കി പറന്തായാലും. പിന്നെ ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടത് അത് കമന്റ്. ഞങ്ങളുടെ വ്ളോഗിൽ എഡിറ്റിങ്ങും തേങ്ങയും വാങ്ങി ഒന്നുമില്ല. എങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത് അതേപോലെ അങ്ങ് പോസ്റ്റ്. ഇങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്. അപ്പോ അതൊരു എഡിറ്റ് വ്യക്തി എനിക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഹലോ വെൽക്കം ടു മൈ വ്ളോഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷെ വേണ്ട, അത് ആരും കണ്ടിരിക്കില്ല. ഇതാകുമ്പോ പിന്നെ കുറെ ആൾക്കാർ കണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഇട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആകെ വീഡിയോക്ക് കിട്ടിയത് 3800 വ്യൂസ് ആണ്. എന്നിട്ടാണ് വന്ന് വലിയ ഡയലോഗ് അടിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര റോ ആയിട്ട് വീഡിയോ ചെയ്യുന്നവരാണ്, അങ്ങനെ ചെയ്താൽ ആൾക്കാർ കണ്ടിരിക്കുന്നൊക്കെ. ഇങ്ങനെ ചെയ്തിട്ട് ആൾക്കാർ നല്ലോണം കണ്ടിരിക്കുന്നുണ്ട്. ജാസ്തി ഇനി എങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആൾക്കാർക്ക് നിന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും നീ ബാക്കി പറ ഗൈസ്. അപ്പൊ നമ്മളെ കണിയൊരുക്കം തുടങ്ങി. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കണിയൊരുക്കുന്നത്. ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയില്ല, കാരണം പൂക്കളം പോലെ. അപ്പൊ കുറച്ച് കാണാനും വെറൈറ്റി അല്ലേ? ഓണത്തിന് അല്ല, ഒരു ഫ്ലവർ വെച്ച പോലെ ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാകുമ്പോ പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ വെക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മളിതാ ഫസ്റ്റ് അരിയാണ് വെക്കുന്നത് കേട്ടോ, കാരണം അന്നം നിന്ന് പോകരുതല്ലോ. അപ്പൊ നമ്മൾ പിന്നെ വെക്കുന്നത് നല്ല വെള്ളരിയാണ്. ഇത് മഹാവിഷ്ണുവിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ പറയുന്ന പോലെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതെ, ആശയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവസാനം പറഞ്ഞ കേട്ടില്ലേ, മണ്ടത്തിരങ്ങളെ നമ്മൾ പറയുന്നുള്ളത് അതാണ് സത്യം. എന്തായാലും എവിടുന്നോ കിട്ടിയ എന്തൊക്കെയോ അറിവ് വെച്ച് ജാസ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. കണ്ടില്ലേ, വെള്ളരൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഇത് മഹാവിഷ്ണുവിനെ റെപ്രസെന്റ് ചെയ്യാണ് പോലും. റെപ്രസെന്റ് അല്ല പൊട്ടെ, ഡെഡിക്കേറ്റ് ചെയ്യാണെന്ന് പറയണം. അതുപോലെ അറിയാതാണ് അവന് വിഷുക്കണ വെളുത്താൻ വന്നേക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. മാങ്ങ ഒരു മാങ്ങ വെക്കുന്നുള്ളൂ കേട്ടോ. രണ്ടും വെക്കണോ? രണ്ടും വെച്ചോ, ഒന്ന് മതി. ഒരുപാട് ആർഭാടമില്ല പ്രാവശ്യം. മാങ്ങയും ഏതൊരു ദൈവത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗണപതിയാണോ എന്ന് എനിക്കറിയില്ല.
നിങ്ങൾ തെറ്റാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യണേ. അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വാൽക്കണ്ണാടി ഒരു ദേവിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഏത് ദേവി എന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നെ ദേവിനെ മാത്രമല്ല നമ്മൾ കാണുമ്പോൾ നമ്മളെ കൂടി അതിൽ കാണുന്നത് എന്താ മഹാബ്രഹ്മാസ്ത്വ ദൈവം, നമ്മൾ ഒരു ദൈവത്തിന്റെ അംശമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ സാധനങ്ങൾ വെച്ച് ഫുള്ളായിട്ടുള്ളത് എന്തൊക്കെ വെക്കണ്ട സിനി? ഉപ്പ്, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വേണം. ഞങ്ങൾ എല്ലാം കുറച്ച് വെക്കണ്ട. അതെ, വീട്ടിലുള്ള പച്ചക്കറിയും ധാന്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വാരി വിതറുന്നുണ്ട് വിശുക്കാണെന്നും പറഞ്ഞുകൊണ്ട്. ആരോ എന്തോ പറഞ്ഞു കൊടുത്ത് അത് വെച്ച് ഇവൻ എന്തോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല ജാസി, വീട്ടിലുള്ള എത്രയും സാധനങ്ങൾ കൂടി പെറുക്കി വെച്ച സ്ഥിതിക്ക് അതിന്റെ സിലിക്കണും കൂടി അവിടെ വെക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു കുറവും കൂടി വേണ്ടായിരുന്നു. അല്ല, നീ എന്തായാലും ഹിന്ദുക്കൾ അപമാനിച്ച് റീച്ച് ഉണ്ടാക്കാനല്ല നോക്കുന്നത്. അപ്പൊ ഇവൻ അതിന്റെ കൂട്ടത്തിൽ അതും കൂടി വെച്ചിരുന്നെങ്കിൽ പൂർത്തിയായേനെ. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. അല്ല കുറച്ച് മാത്രം. പിടിക്കണ്ടേ? എല്ലാ സത്യം ഇടുമ്പോ പിടിക്കുന്നത് തുറക്കുമ്പോ എല്ലാം ഇടുമ്പോ പോണായിരുന്നേ. മഞ്ഞൾപ്പൊടി, ഇനി ഉപ്പ് കേട്ടോ. ഇതിന്റെ ഒക്കെ പുറകിൽ ഒരു ഐതിഹ്യങ്ങളുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് പറ്റില്ല. ഞാനിതിൽ ബുക്കിൽ നിന്നാണ് ജസ്റ്റ് ഇപ്പൊ കുറച്ച് കിട്ടിയത് എനിക്ക്. അതെ, ഓരോന്ന് വെക്കുന്നതിന് മുന്നിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല. ഏതോ ബുക്കിൽ നിന്ന് എന്തോ കണ്ട് അത് വെച്ച് ഞാൻ എന്തോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവന് തന്നെ അറിയില്ല ഇവരെന്താ ചെയ്യണമെന്നുള്ളത്, എന്താ കാണിച്ചു കൂട്ടുന്നുള്ളത്. എങ്ങനെയും എന്തേലും കാണിച്ചു കൂട്ടി വൈറലാവണം, അത്രേ ഉള്ള ആശാന മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. അതിന് എന്ത് കോമാളിത്തരം കാണിക്കാൻ ആശാൻ തയ്യാറാണ്. ഒരു വിഷയം ആയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം റബ്ബേ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും അങ്ങനെ എല്ലാം സെറ്റ് ആയിരിക്കും. ഇതിൽ ഒരാൾ എന്താണ് എല്ലാം വെച്ച്. ഇതാണ് നമ്മളുടെ വിഷുക്കണി. അപ്പൊ ഇതിലിപ്പോ ഓൾമോസ്റ്റ് ദൈവം മാറ്റി വെച്ച ബാക്കിയുള്ള എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, അതെ, ദൈവം എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എന്താണ്? വിഷുക്കണിയാണ്, ദൈവം മാത്രമില്ല. എന്താ ഇതിനൊക്കെ പറയാ? ഇതൊരുമാതിരി ബിരിയാണി ഉണ്ടാക്കി ഇറങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും വെച്ച് പക്ഷെ അരി മാത്രം വെച്ചില്ല എന്ന് പറഞ്ഞ പോലെയായി. എടോ, വിഷുക്കണിക്ക് കാര്യമായിട്ട് വേണ്ടത് ദൈവത്തിന്റെ വിഗ്രഹമല്ലേ, അതില്ലാണ്ട് എന്തോന്ന് വിഷുക്കണിയുടെ. ഓ, മറന്നുപോയി. ഏകലാഹ അല്ലാന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ അതങ്ങ് വിട്ടു. ബാക്കി പറഞ്ഞാലും മെയിൻ വിഷു എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയാ കാർഷികോത്സവമാണ്. ഇപ്പൊ ഓണം കേരളീയോത്സവം പറഞ്ഞ പോലെ വിഷുവും എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഓണം പോലെ വിഷു. ഏത് വകയില് ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ ഈ വിഷു ആഘോഷിക്കുന്നത് ഹിന്ദുസാണ്. അല്ലാതെ ബാക്കിയുള്ള മതസ്ഥരൊന്നും വിഷു ആഘോഷിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ സദ്യ കൊണ്ട് ഈ വിഷു ആഘോഷത്തിൽ പങ്കുചേരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാനും ചെയ്യാറുണ്ട്. നമ്മളൊക്കെ വിഷുവിന്റെ സമയത്ത് സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി സദ്യ ഉണ്ണാറുണ്ട്. പക്ഷെ അതിങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചിട്ടല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ട്. അല്ലാണ്ട് വിഷു എല്ലാവരുടെ ആഘോഷമാണെന്നും പറഞ്ഞ് ഇമാതിരി തോന്നിയാസം കാണിക്കാൻ നിൽക്കരുത്. ഇതിനൊക്കെ എന്താ പറയേണ്ടെന്ന് അറിയും, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞു ഒരു വിഷു സെറ്റപ്പ്. കാരണം എന്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട്, കരീഷ്മ, നമുക്ക് എല്ലാവർക്കും അറിയാം. അവള് പറഞ്ഞു ജാസ്തി നമ്മൾ എപ്പോഴും ഒരു നിറയരിയും കുറച്ച് കോയിൻസും നമ്മൾ എന്തായാലും കണി കാണാൻ നല്ലതാണ്. ഏത് മതക്കാരായാലും നമുക്ക് അത് ഒരു എന്താ പറയാ ഒരു എല്ലാ വർഷവും നമുക്ക് മനസ്സറിഞ്ഞ് എല്ലാം ഇതേപോലെ തരട്ടെ ദൈവം, അതിനു വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവൻ നമുക്ക് അടുത്തൊരു വർഷം ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു മുട്ടുമില്ലാണ്ട് നടന്നു പോകണം എന്നുള്ളത് നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ഹിന്ദുസിന് അവരെ കൃഷ്ണന്മാരും ബാക്കിയുള്ളവരെ കണ്ട് അവരോട് പ്രാർത്ഥിക്കുക. എന്താണോ പറഞ്ഞു കേട്ടില്ല നിങ്ങള്? വിഷുക്കണി ഇരിക്കും നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ചോളാം, ഹിന്ദുസ് എല്ലാവരും കൃഷ്ണനോട് പ്രാർത്ഥിച്ചോളും എന്നൊക്കെ. ഇവ മറ്റ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ആചാരങ്ങൾ കൂട്ടിച്ചേർത്ത് ഫ്യൂഷൻ ഫെസ്റ്റിവൽ നടത്താനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഇവന്റെ വക ഒരു പുതിയൊരു ആചാരമായിട്ട് വന്നേക്കാണ്. വിഷുക്കണി ഒരുക്കിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. മുഖത്തിന്റെ ഷെയ്പ്പ് മാറുന്ന പരിപാടിയിൽ ഇവനിപ്പോ കാണിച്ചു വെച്ചേക്കുന്നത്. എല്ലാവരും ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും വന്ന് ഈ വർത്താനം പറയും, വിഷുക്കണി ഒരുക്കിയിട്ട് ഞങ്ങൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ. അല്ല മോനെ, എന്താ എന്റെ ഉദ്ദേശം? മതം വെച്ചിട്ടാണ് നീ റീച്ചും ഫെയിം ഉണ്ടാക്കാൻ നടക്കുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. അല്ല, നിന്നിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. മറ്റേ റമദാൻ മാസം നോമ്പും പിടിച്ചിട്ട് കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകാനല്ലേ നീ? എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയവനല്ലേ നീ? ഇതല്ല, ഇതിനപ്പുറം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇവന് ശരിക്കുണ്ടല്ലോ, ഇവൻ ചെയ്ത് കൂട്ടുന്നതിന്റെ ഗൗരവം എന്താണെന്നുള്ള നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം. ശരിക്കുണ്ടല്ലോ, മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവനെതിരെ കേസ് എടുക്കണം. അതിനുള്ള എല്ലാ വകുപ്പും ഇവൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. എൻ്റെ ജസ്റ്റ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ആശ ഇപ്പോഴും സ്റ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ, ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണെന്ന് പറ. അതല്ല അതിന്റെ ശരി. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് മോനെ. ബാക്കി പറഞ്ഞാലും അപ്പൊ ഞാൻ ആശിനെ എണീപ്പിച്ചിട്ട് കളി കാണിക്കണം. ഞാൻ അവിടെ എല്ലാം തിരിയും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്
രാത്രി ആയതുകൊണ്ട് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. രാത്രി ഇതാണോ രാത്രി? പകലായി ചെക്ക. ഇവന് ഈ ക്യാമറയും കൊണ്ട് പോകുന്നതിന്റെ അടുക്ക് വാതിലിന്റെ പാളയിന്റെ അവിടെ എത്തുന്ന സമയത്ത് ജനലിന്റെ വെളിച്ചത്തിന്റെ നേലടിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും പകലായി എന്നുള്ളത്. എന്നിട്ട് രാത്രി ആയി പോലും തമ്മു 10-11 മണി ഇങ്ങനെ ആയി കാണും. എന്നിട്ടാണ് അവന് വിശുക്കണായിട്ട് വന്നേക്കുന്നത്. ബാക്കി അണ്ടൊക്കെ എന്തായാലും ആണോന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷുക്കണിയെല്ലാം ഞാൻ ഇവിടെ സെറ്റാക്കി ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആഷിനെ ഒന്ന് എണീപ്പിക്കണം. പകലാവാൻ തുടങ്ങി ഓൾറെഡി. പകലാവാൻ തുടങ്ങിയെന്നല്ല, പകലായി കഴിഞ്ഞു. അങ്ങനെ പറ, ബാക്കി പറഞ്ഞല്ലോ. കാശിനെ എണീപ്പിക്കാം. എല്ലാം അവിടെ കൂടി വെച്ചിട്ട്. ആശി, ആശി മോനെ ഡാ, ആശി എണീക്ക്. കണ്ണോർക്കല്ലേ, കണ്ണോർക്കണ്ടേ. എണീക്കാശി, മദ്യം അഭിനയിച്ചത്. അങ്ങോട്ട് എണീച്ചൂട്. വിളിക്കണേ കേട്ടില്ലേ? എണീച്ചൂട് അങ്ങോട്ട്. ആ കണ്ണോർക്കല്ലേട്ടാ, എണീക്ക്. കണ്ണോർക്കല്ലേ, കണ്ണോർക്കണ്ട. കണി കാണാൻ വിളിക്കുക. വാ. ഇല്ലില്ല, ഞാൻ പിടിച്ചിങ്ങ. വാ, എന്റെ തോള് പിടിക്കുക. ഇവിടെ 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 കൈ കണ്ടിട്ട് ഇവിടെ പിടിക്ക്. ആ എന്നെ പിന്നാലെ പോരെ. ആ പോരെ പോരെ പോരെ. ആ അവിടെ തട്ടി വീഴില്ല. ഇങ്ങോട്ട് വാ. ഇതാ ആ തുറന്നോ. അങ്ങനെ രാവിലെ 11 മണിക്ക് തന്നെ ആശിയും ജാസിയും കൂടി കണി കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ജാൻമണിന്റെ കൂടെ ഒരു റീൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി തനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു. അല്ല, കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ജാസിയും ആശിയും അല്ലേ നാം ഇപ്പൊ കാണുന്നത്? എന്ത് പറ്റി? ഇപ്പൊ ഏക ഇലാഹ അല്ലാഹ് എന്നുള്ളത് മറന്നുപോയോ? ഓ ഫോട്ടോഷൂട്ട് ആയിരിക്കില്ലേ? ഇനിയിപ്പോ അതായിരിക്കും ജാസിന് അടുത്തതിന് ആയിരിക്കണം. ബാക്കി രണ്ടൊക്കെ എന്തായാലും ആണേണം ഭഗവാനേ കണി കാണും നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി. വാവ്, എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. നന്നായിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ് ഇതിനോടൊക്കെ? കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിവാസങ്ങൾ കണ്ടില്ല നിങ്ങൾ? എന്തായാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടിയതിന് ശേഷം ഇവൻ ഏതൊരു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്ന് എന്തോ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടു നോക്കി. ഞാൻ മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാലും മാഷ ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എന്റെ ലൈഫ് എന്റെ ഉപജീവന മാർഗ്ഗമായിട്ട് ഞാൻ കാണുള്ളൂ. അതിനപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ നിനക്ക് പെട്ടെന്ന് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാം. അതിനുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നീ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഏക ഇലാഹ അല്ലാഹ് പറഞ്ഞ് വിശുക്കണി വെക്കാൻ നോക്കിയിട്ട് ഹിന്ദുക്കളുടെ ആചാരത്തെ അപമാനിക്കുക. അതുപോലെ തന്നെ റമദാൻ മാസം നോമ്പെടുത്തിട്ട് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങൾ അപമാനിക്കുന്ന നിനക്ക് പെട്ടെന്ന് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാം. അതിനുള്ള എല്ലാ പുണ്യപ്രവൃത്തിയും നീ ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ജാസി. നാണമുണ്ടടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ. ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ട് അവൻ പറഞ്ഞ ഡയലോഗ് കണ്ടില്ല നിങ്ങൾ? അവന് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കണം പോലും. നീ ഇവിടെ ചെയ്ത് വെച്ചതിന് പരിണിത ഫലം എത്രത്തോളാണെന്ന് നിനക്ക് അറിയോ ഇവിടെ ജാസിയെ? അല്ലെങ്കിലേ കേരളം ഒരു നൂൽപ്പാലത്തിന് മുളക്കൂടാണ് പോകുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാണെങ്കിൽ കലാപം ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ ടീംസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു സംഭവം നടന്നല്ലോ. മെഹർ മന്തി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ണിക്കാണ്ടൻ മന്തി കഴിക്കുന്ന ഒരു പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് വിവാദമായ സംഭവം. അതിനൊന്നും പച്ച ഊളത്തരം എന്നല്ലാണ്ട് വേറൊന്നും പിടിക്കാനില്ല. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അത് അതിന്റെ പിന്നാലെ ജാസിന്റെ തോന്നിയവാസങ്ങളും. അല്ല, ഇവരിതൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ വന്ന് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ കേരളം ഒരു ഗുജറാത്തായി മാറും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഒരു സമയത്ത് ഏറ്റവും മതസൗഹാർദ്ദം കീപ്പ് ചെയ്യുന്ന ആളുകളായിട്ടാണ് കേരളത്തിന് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന് കാര്യങ്ങളൊക്കെ ഏകദേശം മാറി തുടങ്ങി. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിലാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ കോൺട്രവേഴ്സികൾ എടുത്തു നോക്കിയാൽ മാത്രം മതി. മതത്തിന്റെ പേരും പറഞ്ഞ് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന് നോക്കി നടക്കാണ് കുറെ ടീംസ്. അത് രണ്ട് മതത്തിലാണെങ്കിലും മുസ്ലിങ്ങളിലാണെങ്കിലും ഹിന്ദുക്കളിലാണെങ്കിലും കണക്ക് തന്നെ. തീവ്ര മത ചിന്താഗതിക്കാരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. പണ്ടും നമുക്കിടയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യമൊക്കെ അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ വന്ന് അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടി വന്നിരിക്കുകയാണ്. ഇനി നോക്കിക്കോളി, അധികം വൈകാതെ തന്നെ ഇവിടെ ഒരു വെടിപൊട്ടും. അതിനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അതിനധികം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മുന്നോട്ട് നമുക്ക് ചെയ്യാനുള്ളത് സൂക്ഷിച്ചും കണ്ടും ജീവിക്കുക, അത്രേ ഉള്ളൂ. അവനവന്റെ മതവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് അങ്ങ് ജീവിക്കുക. മറ്റുള്ളവന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ അനുകരിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ കുറെ കാലം നമുക്ക്
മനസമാധാനത്തോടെ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 5 വർഷത്തിനുള്ളിൽ അടുത്തൊരു കലാപം കൂടി നമുക്ക് ഇവിടെ കാണാം. ഉള്ളത് പറയാലോ, പേടിയാണ് ഇപ്പൊ കേരളത്തിൽ ജീവിക്കാൻ. ഇവിടെ എപ്പോഴാണ് മതത്തിന് പേരും പറഞ്ഞ് വെടി പൊട്ടാന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വ്യത്യസ്ത മതത്തിൽ ജീവിക്കുന്ന ആളുകൾ മതത്തിന് പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് അത്ര രസകരമായിട്ടുള്ള കാഴ്ചയൊന്നുമല്ലല്ലോ. വർഗീയവേശം ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് രസകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. പക്ഷെ നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി കാണാം.